ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളിലൊന്നാണ് കീഴ്ക്കാവിലമ്മ. ഭദ്രകാളി ഭാവത്തിലുള്ള ഈ ദേവി ആദിപരാശക്തിയായി ആരാധിക്കപ്പെടുന്നു. ചോറ്റാനിക്കരയിൽ മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. മേൽക്കാവാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്നും അനേക പടികളുള്ള പാതയുമുണ്ട്. പ്രധാന ക്ഷേത്രമായ മേൽക്കാവിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന കീഴ്ക്കാവിൽ പ്രശസ്തമായ ഗുരുതി പൂജ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്നു. മാനസിക അസ്വസ്ഥതകളും ബാധകളും അകറ്റാൻ ഭക്തർ ഇവിടെ ദർശനത്തിനായി എത്തുന്നു. കീഴ്ക്കാവിലെ ഗുരുതി തൊഴുതാൽ ബാധ ഉപദ്രവങ്ങളും ശത്രുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന ആഭിചാര ദോഷങ്ങളും ശമിക്കും എന്നാണ് അനുഭവം. ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠ ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു. ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെ. അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ധാരാളമായി സന്ദർശിച്ചു കാണുന്നു. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം, പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, ദീപാവലി, മഹാശിവരാത്രി എന്നിവയും ഇവിടെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്.